കറക്റ്റ് ഒരു 2 months ബാക്ക് ഒരു മോളും അമ്മയും കൂടെ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ മോള് കടിക്കുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും കടിക്കണു, വ്യത്യസ്തമായ രീതി കടിക്കണമെന്നായിരുന്നു കംപ്ലയിൻറ്റ്. അവർ കുറേ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്തവിടെയൊക്കെ പറഞ്ഞത് മോളിലെല്ലാ പാൽപ്പല്ലുകളും പോയിട്ട് പുതിയ പല്ലുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രശ്നം എന്നുള്ളത് മോണയുടെ പ്രശ്നം കാരണം വരുന്നതാണ്. മേലത്തെ മോണയാണെങ്കിൽ ഒരു 12 years വരെയും താഴത്തെ ഒരു 21 വയസ്സ് വരെയാണ് മാക്സിമം വളരുക. അപ്പം അതിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ബൈറ്റാണിത്. അപ്പോൾ നമ്മളിത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ മോൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഊരിയിടുന്ന ടൈപ്പായിരുന്നു. ചെറിയ മോളൊരു 2.5-3 വയസ്സല്ലേ, മോൾക്ക് ഇടാൻ പറ്റാണ്ട് നമ്മളത് ഫിക്സഡ് ആക്കിയിട്ട് വെച്ച് കൊടുത്തു. ഒരു 1 month ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും മോളുടെ ബൈറ്റിൽ വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇനീഷ്യലി ചെറിയ ബൈറ്റിൽ വരുന്ന ചേഞ്ചസ്, ഒരു പല്ലാണെങ്കിൽ പോലും അതിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ആയ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഭാവിയിലേക്ക് ഒഴിവാക്കാൻ പറ്റും.